അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് സർവവും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എള്ളിലെണ്ണ പോൽ കള്ളിൽ ലഹരി പോൽ പാലിൽ വെണ്ണ പോൽ നിന്നിലും ഉള്ള റബ്ബിനെ മറ്റെവിടെയും തെണ്ടി നേരം കൊല്ലണ്ടടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ അള്ളയെ ഭയക്കണ്ടടോ. ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ അള്ളയെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കള്ളുശാപ്പിൽ നീ കേറിടാത്തത്, കള്ളുശാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിനെ കോതിച്ചിട്ടോ. പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറിമാരെ നിനച്ചിട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗമാണല്ലാഹ് നരകമല്ലടോ, സ്നേഹമാണവനറിയടോ. സ്വർഗഭൂവിനെ നരകമാക്കുന്ന നീതിശാസ്ത്രങ്ങൾ പൊള്ളടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ രാജാധികാരിയായ തമ്പുരാനെ ഞാൻ എങ്ങനെ സ്നേഹിക്കണം? ആ സ്നേഹത്തിന്റെ നിദാനമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എങ്ങനെ അറിയണം? ഈ ഒരു പാഠത്തിന്റെ സഞ്ചാരമാണ് ഇഷ്ക്. അതാർക്കാണ്? ആ ഇഷ്കുള്ളവന്റെ പ്രത്യേകത എന്താണ്? അവൻ എല്ലായിടത്തും അള്ളാഹുവിനെയും ഹബീബിനെയും അറിഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു എന്ന് പറയുന്നത് ഒരു പൂട്ടാണ്, ഒരു പൂട്ടൊരു ലോക്കാണ്. അത് തുറക്കാൻ മീം എന്ന് പറയുന്ന ചാവി നിർബന്ധമാണ്. അതിലൂടെ ഇല്ലാതെ കടക്കുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഒരാൾ മുസ്ലിം ആവുക എന്നുള്ളതും മുഅ്മിനാവുക എന്നുള്ളതും രണ്ട് തലമാണ്. മുസ്ലിം ആവാൻ പ്രത്യക്ഷത്തിൽ ആർക്കും കഴിയും, മുഅ്മിനാവാൻ അത് കഴിയില്ല. ഒന്ന് ജസദിയാണ്, മറ്റത് റൂഹിയാണ്. നമ്മുടെ ജസദാവട്ടെ പലപ്പോഴും നാറിനോട് തുല്യം അല്ലെങ്കിൽ നാറിലേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ നമ്മുടെ റൂഹാവട്ടെ സദാസമയം നൂറാണ്. ഹബീബ് എന്താണ്? നൂറാണ്. നമ്മുടെ റൂഹിന്റെ പിതാവുമാരാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഹബീബ് അല്ലാതെ ഒന്നുമില്ല.
അതുകൊണ്ട് തന്നെയാണ് ഹബീബേ അങ്ങേ ആര് സ്നേഹിക്കുന്നുവോ മുഅ്മിനാവാൻ ലാ യുഅ്മിനു അഹദുക്കുന്ന അങ്ങനെ പറഞ്ഞു, ലാ യുസ്ലിമു എന്നല്ല, മുസ്ലിമിന്റെ കാര്യം പറഞ്ഞു. ലാ യുഅ്മിനു മുഅ്മിനാവാൻ എന്ത് വേണം? എല്ലാറ്റിനേക്കാൾ പുറമെ ആരെ സ്നേഹിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം. ഹബീബാരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാരാണ്? ഹബീബ് തീയിൽ നിന്നും വകഭേദം വന്ന ഒരു മനോഹരമായിട്ടുള്ള, തീയിൽ നിന്നും വകഭേദം വന്ന ഒന്നാണ്. അതായത് തീ പെടാത്ത ഒന്നാണ്. നാറിൽ നിന്നും ഒഴിഞ്ഞതാണ്, അത് നൂറാണ്. നൂറിന്റെ നാറിന്റെ ഇടയിലുള്ളത് ഒരു ഒറ്റ അക്ഷരം, നൂറിന്റെയും റായിന്റെയും ഒറ്റ അക്ഷരമുള്ളത്. ഒരിടത്ത് വാവാണ്, അത് നൂറാണ്, അത് വിലായത്താണ്. മറ്റൊരിടത്ത് അലിഫാണ്, അലിഫ് എന്ന് പറഞ്ഞാൽ അനാനിയത്തിന്റെ അലിഫാണ്. കിബിറുള്ളവൻ നാറിലേക്കും വിലായത്തുള്ളവൻ വിനയമുള്ളവൻ എവിടേക്കും നൂറിലേക്കും ചേരുന്ന എന്റെ ഹബീബ് ഏതാണ്? ഈ തീയിലേക്ക് അടുപ്പിക്കാത്ത പ്രകാശമാണ് എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഫലം. എന്റെ ഹബീബ് എന്ന് ചോദിച്ചാൽ, ഹബീബിനെ എന്തുകൊണ്ട് സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ, ഞാൻ എന്ന് പറയുന്ന എന്റെ റൂഹിലേക്ക് നൂറാനിയത്ത് കൊണ്ട് എന്നെ സന്നിവേശിപ്പിച്ചുകൊണ്ട് എന്നെ നന്നാക്കാൻ എന്റെ ഹബീബിന്റെ പ്രകാശത്തിന് മാത്രമേ കഴിയൂ. അതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നാമമോ സുൽത്താനുൽ അംബിയാവേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ, നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ, നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ, നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ, മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തഗംഗ പ്രപഞ്ച പ്രഭുവേ, മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തഗംഗ പ്രപഞ്ച പ്രഭുവേ, നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ, 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 നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ, മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തഗംഗ പ്രപഞ്ച പ്രഭുവേ, മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തഗംഗ പ്രപഞ്ച പ്രഭുവേ, ബസർ ബശറിൽ ബറച്ച കമാലും നബി, സിർറ് സിർറി മകാമക മാണി മഹി, അസർ ബശറിൽ ബറച്ച കമാലും നബി, സിർറ് സിർറി മകാമക മാണി മഹി, അസർ ബശറിൽ ബറച്ച കമാലും നബി, സിർറ് സിർറി മകാമക മാണി മഹി, അസർ ബശറിൽ ബറച്ച കമാലും നബി, സിർറ് സിർറി മകാമക
പ്രകാശത്തിനെ തേടിയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടതും നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. പക്ഷേ മഹാന്മാർ സഞ്ചരിച്ചത് ആ ഒരു പ്രകാശത്തിന് നമ്മിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ്. ഇനി എന്താ ഒരുമിച്ച് പാടും, ഇനി ഒരുമിച്ച് പാടുന്ന പാട്ടാണ്. നിങ്ങൾ കേൾക്കുക, ഞങ്ങൾ പാടുക എന്നല്ല, ഇത് ഒരുമിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദ്റത്തിലേക്ക് ഒരു സഞ്ചാരമാണ്, റൂഹ് കൊണ്ടൊരു സഞ്ചാരമാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ മഹാന്മാരും അങ്ങനെ സഞ്ചരിച്ച മഹാന്മാരാണ്. വെളിയങ്കോട് ഉമർ ഖാദി എന്തേ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ഹബീബേ, തെങ്ങോലകളുടെ നാട്ടിൽ നിന്നും ഒരു ഉമറാണ് വന്നിരിക്കുന്നത്. സദാ അങ്ങയോട് സലാമും സലാത്തുമായി ഞാൻ എൻ്റെ റൂഹിനെ ഇങ്ങോട്ട് പറഞ്ഞിറക്കാറുണ്ടായിരുന്നു നബിയെ. ഞാൻ അങ്ങയുടെ ഹദ്റത്തിലേക്ക് വന്നത് അങ്ങയുടെ കരം പിടിക്കാനാണ് നബിയെ. അങ്ങാണെങ്കിൽ സ്നേഹിച്ചവരെ തിരിച്ച് സ്നേഹിക്കുന്നവരല്ലയോ നബിയെ. അതുകൊണ്ട് ഈ ഉമറിന് ഹായ് ബാക്കി മടക്കല് നബിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണമെങ്കിൽ റൂഹ് കൊണ്ട് നമ്മൾ ആ പണിയെടുക്കണം. അപ്പം അതിൻ്റെ വഴി തുറക്കണം. ഇനി പിഷ്കൊക്കെ മാറ്റി തുറന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഹബീബിൻ്റെ പേരിൽ സലാത്ത് ഇങ്ങനെ ഒഴുകണം. ഒന്ന് ഒരുമിച്ച് പാടുക, പാടിക്കാലോ. ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ. അങ്ങില്ലാതെ എങ്ങനെ ഈ ഉലകം സബബങ്ങല്ലേ നബിയേ. അങ്ങില്ലാതെ എങ്ങനെ ഈ ഉലകം സബബങ്ങല്ലേ നബിയേ, സബബങ്ങല്ലേ നബിയേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്താബി വൽ ഹബീബിൽ അറബി വൽ ഹബീബിൽ അറബി. നാമം ഏതിനും മേൽ മികവ്, അത് നൂർ മുഹമ്മദ് മുസ്തഫ നാമം ഏതിനും മേൽ മികവ്, ഏതിനും മേൽ മികവ്. ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ. അങ്ങില്ലാതെ എന്നെ ഈ ഉലകം സബബങ്ങല്ലേ നബിയേ, സബബങ്ങല്ലേ നബിയേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി വൽ ഹബീബിൽ അറബി. മദീന മനോഹരമേ, മനസ്സവിടെ കൊതിക്കുന്നേ. മദീന മനോഹരമേ, മനസ്സവിടെ കൊതിക്കുന്നേ. മതത്തോടെ വന്ന മണ്ണിൽ ഞങ്ങൾ പാദം പതിച്ചോട്ടെ. മതത്തോടെ വന്ന മണ്ണിൽ ഞങ്ങൾ പാദം പതിച്ചോട്ടെ. അവിടേക്ക് വന്നോട്ടെ. ഞങ്ങൾക്കങ്ങ് മദീനബിയേ,
പ്രഭോ മുതലായതിനിഷ്ടിൻ സമ്പാദ്യം ഈ കൈകളിലില്ല പ്രഭോ മുത്തേ ആ പൂമുഖം കാണാൻ ഞാൻ ആശിച്ചോട്ടെ വരുമോ ആശിച്ചോട്ടെ